ഹലോ, അപ്പം ഞങ്ങളെല്ലാവരും ഇതാ ഇങ്ങനെ ഇവിടെ കൂടി നിൽക്കുന്ന ഒരു ചാച്ചുവിനൊരു ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യണം കുറേ നേരമായിട്ട് പറയുന്നു. അല്ലേ ചുട്ടിയെ? എന്ത് ചെയ്യാൻ എവിടെ ഇരിക്കുന്നു നമ്മള്? എന്താ അത്? യെസ്, ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നമ്മളെ കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. ഞങ്ങളുടെ വീട്ടിൽ കൂടുതൽ കഴിഞ്ഞിട്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് അടുത്ത റിലേറ്റീവ്സൊക്കെ കുറച്ച് ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട്. അപ്പം അതിങ്ങനെ നല്ല കടലാസിൽ വർണ്ണക്കടലാസിലൊക്കെ പോയി ഇങ്ങനെ കണ്ടപ്പോൾ ചാച്ചനത് ഓപ്പൺ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഒരുമിച്ചിരുന്നിട്ട്. ഓക്കെ ചോ? യെസ്. അപ്പം ആദ്യം നമ്മൾ ഏതാ ഓപ്പൺ ചെയ്യാ ചാച്ചു? എഴുന്നേറ്റ് പോയിട്ട് കാണിച്ചു തരുമോ? യെല്ലോ അതാണോ വേണ്ടേ? അതെടുക്കാം നമുക്ക്. അപ്പൊ ഇനി പേരൊന്നും കാണുന്നില്ല. പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പേര് വായിക്കുവേ. അല്ല ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. മെല്ലെ തുറക്കണേ, കെയർഫുൾ ആണേ. എന്താ ചോ? പ്ലേറ്റ്. ചാച്ചു ഓപ്പൺ ചെയ്യില്ല, മെല്ലെ മെല്ലെ. ചാച്ചു ഫോൾ ചെയ്യും, മെല്ലെ 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 താഴെ വീഴും. എന്താ കൊറേ പ്ലേറ്റ്സ് ആണ് കേട്ടോ, ഡിന്നർ സെറ്റ്. ഓക്കെ, അങ്ങനെ തുറന്നാ മതി. മതി ചേച്ചി, നമുക്ക് അടുത്ത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇത് ഗ്രീൻ ആണോ? ഓക്കെ. കാരണം അതിലെന്തായിരിക്കും? ബിരിയാണി പോട്ടാന്ന് തോന്നുന്നല്ലേ? പേരൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഫാസ്റ്റ് ആയിട്ട് വേഗം വേഗം ചെയ്യാം. ആൾക്കാരൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു ബിരിയാണി പോട്ടാണ് കേട്ടോ. അപ്പൊ ഓക്കെ. ജയപ്രകാശ് അല്ലേ? ക്ലോക്കാന്ന് തോന്നുന്നു അല്ലേ? യെസ്, ഇതാ ഇങ്ങനെ ഒരു ക്ലോക്ക്. ഫോട്ടോ ഫ്രെയിം, അതിൻ്റെ ഉള്ളിൽ ഫോട്ടോസ് ഒക്കെ വെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതങ്ങനെ തന്നെ വെച്ചോ. നെക്സ്റ്റ് ചാച്ചുവിന് ഗ്രീൻ ആണ് ഓപ്പൺ ചെയ്യണ്ടേ. ചാച്ചു ഹെൽപ്പ് ചെയ്യ. നാരന മാമനും ചാച്ചുവും കൂടിയിട്ടാണ് കേട്ടോ ഓപ്പൺ ചെയ്യുന്നത്. നേരത്തെ ഉണ്ടായ പോലെയുള്ള സെയിം സെറ്റ് തന്നെയാന്ന് തോന്നുന്നല്ലേ? വൈറ്റ് മീനല്ലേ? ഡിന്നർ സെറ്റാണ്. വൈറ്റ് കളറാണോ വേണ്ടേ? സ്മോൾ വൺ അല്ലേ? അത് നല്ല നീളമുണ്ട്. യെസ്. ബേബി ക്രിസിയാന്നാ? ഫോട്ടോ ഒന്നും കാണില്ല. ഫോട്ടോ കണ്ടിട്ട് മനസ്സിലാവില്ലല്ലോ. ഇതെന്താ? ഇതും കറിയൊക്കെ എടുക്കുന്ന ടൈപ്പ് പാത്രങ്ങള്. ഓക്കെ, അടുത്തത് ബിഗ് വൺ ആണ്. റെഡ്. ജസ്റ്റ് ഇങ്ങനെ മാത്രം ഓപ്പൺ ചെയ്താൽ. ഇതിലിതാ ഫാനാണ് കേട്ടോ. പെഡസ്ട്രിയൽ ഇത് ടൈപ്പുള്ള വേണ്ടല്ലേ? വെറുതെ ഇപ്പൊ എല്ലാം കൂടെ പൊട്ടിച്ചിട്ട് ഇതാക്കണ്ടല്ലോ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്താന്നുള്ളത് മനസ്സിലായി. ഫാനാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വേഗം വീഡിയോ ഇത് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നേ ഉള്ളൂ. ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഇതെല്ലാം ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുമ്പോഴത്തേക്കും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നമുക്ക് ജസ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. റെഡ്. യെസ്, മോൾട്ടൻ്റെ എന്തോ സാധനമാണല്ലോ. കപ്പും സോസറും ആ ടൈപ്പ്. ഓക്കെ ഓക്കെ, ക്ലോസ്. ഗ്രീൻ നോക്കാതെ. ഓപ്പൺ ചെയ്യണ്ടല്ലേ? ഓപ്പൺ ചെയ്യണ്ട, വെറുതെ ഇത് ആക്കണ്ടല്ലോ. സെയിം ഇതേപോലെയുള്ള പ്ലേറ്റ് ആണ്. ചാച്ചു അടുത്തത് ബിഗ് വൺ ആണ് ഓപ്പൺ ചെയ്യുന്നത്. ഇത് അമ്മേന്റെ ബാങ്കിലുള്ളവര് കൊടുത്തതാണ് ഗിഫ്റ്റ്. ഇത് അടുപ്പാണോ? ഇത് അടുപ്പാന്ന് പോലെ. ഗ്യാസ് സ്റ്റവ് ആണ് കേട്ടോ. ആണ് കാണുന്നത് എന്ന് തോന്നുന്നു. ഇതാ 3 ഇതുള്ള ഗ്യാസ് സ്റ്റവ് കേട്ടോ. നല്ല നല്ല അടിപൊളി ഗ്യാസ് സ്റ്റവ്. വീഗാർഡിന്റെ ആണ്. നല്ല അടിപൊളി അല്ലേ? പർപ്പിളോ? താഴെ ഇതെടുക്കട്ടെ. നമ്മള് ചോദിച്ചും പോയി. അയ്യോ,
ഏറ്റവും താഴത്തതാണ് ഇവിടെ. രാഗം കുടുംബശ്രീയാ? ഇത് അമ്മേന്റെ കുടുംബശ്രീന്റെ ആണ് കേട്ടാ. അപ്പം എന്താ കൊണ്ടെന്ന് നോക്കാം. എന്തായിരിക്കും ചേച്ചി അതിന്റെ ഉള്ളില്? നാരണമ്മ എന്തായിരിക്കും? പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ക്ലോക്കാണ്. ഓപ്പൺ ചെയ്തോ. ക്ലോക്കാണ്. നല്ല രസമുണ്ട് അല്ലേ? നല്ല വലിയൊരു ക്ലോക്ക്. നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി. ചാച്ചു ഇഷ്ടായോ? ഇഷ്ടായി. അടിപൊളി. എന്താ അതിന്റെ പേരുണ്ടായോ? ക്ലോക്ക് ആയിരിക്കും അല്ലേ? ചാൻസ് കൂടുതലാ? അത് നല്ല രസമുണ്ടല്ലോ അല്ലേ? നല്ല ക്ലോക്ക്. അടിപൊളി. 2 മൈല്. ചാച്ചു ഇഷ്ടായോ? നല്ല രസമുണ്ടല്ലേ? നൈസ്. അടിപൊളി. ഏതായാലും എന്തോ പേര് എഴുതിയിട്ടുണ്ട് കാരണം മാമ. ഇപ്പൊ ആ പേപ്പർ എന്തോ താഴെ ഇട്ടില്ലേ? അതെന്തേനും അതല്ലാവും. ആരതാ വെച്ചത്? ആര് തന്ന ഗിഫ്റ്റാ? അയ്യോ കാണുന്നില്ല. സ്മിത PV, തിരുവാതിര മൂരിക്കോവ്. അമ്മേന്റെ തിരുവാതിരയിലുണ്ടായ ആരവാണ്. അമ്മ ഭയങ്കര തിരുവാതിരക്കാരിയാ. തിരുവാതിര ടീമിലുള്ള ആരവായിരുന്നു തന്നത്. എന്തായിരിക്കും നാരണമാമ? ഫോട്ടോ ആയിരിക്കും അല്ലേ? നോക്കാലോ. ചാച്ചു എന്തായിരിക്കും അതിന്റെ ഉള്ളിൽ ഉണ്ടാവുക? അറിയൂല. ചാച്ചു പിന്നെ ഒന്നും അറിയൂലേ. ചാച്ചിന്റെ ടോയ്സ് ആണെങ്കിൽ അവള് പറഞ്ഞേനെ. ഇതാ കറക്റ്റ്. അതൊരു ഫോട്ടോ ഫ്രെയിം അല്ല, ഫോട്ടോ ആണ്. 3D ടൈപ്പ് ആണ് അല്ലേ? ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോ എന്തോ ഒരു വ്യത്യാസം രീതിയിൽ വരുന്ന ഒരു സംഭവമാണിത്. നോക്കി കഴിയുമ്പം ശരിക്കും എന്തോ ഒരു 3D എഫക്ട്. ഇങ്ങനെയല്ലേ വരിക? ഇങ്ങനെയാ വരിക. അല്ല അങ്ങനെ. രസമുണ്ട്. അതില് പേരുണ്ടോ ചാച്ചു? നോക്കട്ടെ പേര്. ഇതില് പ്രസീത അനിൽ. ഓക്കെ, അത് തുറന്നു നോക്കാം. സ്ഥലമില്ല. ചിലപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, പേര് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മക്കൊക്കെ നല്ല പരിചയമുള്ള ആരോ ആയിരിക്കും. ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എനിക്കും പരിചയമൊക്കെ ഉണ്ടാവും. അമ്മക്കും പപ്പൊക്കെ അറിയുന്ന ആരെങ്കിലും ആയിരിക്കും. ആരമ്മ എന്തായിരിക്കും? അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കാച്ചിന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ള. ക്ലോക്ക് ആണെന്ന് തോന്നുന്നു. എന്താണ് സംഭവം? ക്ലോക്ക് തന്നെയാണ്. വേറൊരു ഡിസൈൻ. നല്ല രസമുണ്ട് അല്ലേ? ഇങ്ങനെയല്ല, തല തിരിച്ചല്ലേ? അങ്ങനെ നല്ല രസമുണ്ട്. ക്ലോക്ക് 3 ക്ലോക്കായി. നല്ല രസമുണ്ട് കേട്ടോ അല്ലേ? നല്ല ഇഷ്ടമായി വെച്ചു. ഇഷ്ടമായി. നാരണമാമ തൂക്കിയെല്ലാം നോക്കണ്ട്. പേരുണ്ട് ആരുടെങ്കിലും? ഇല്ല, പേരൊന്നുമില്ല. അപ്പൊ ആരാന്നറിയില്ല. അതെ, പേര് പറയാൻ താല്പര്യമില്ലാത്ത ആരോ ഒരാള്. നല്ല മനസ്സിനോടമ. അതന്നെ. പുട്ടുംകുറ്റി അല്ലേ? അതെ, മനസ്സിലാക്കി കളഞ്ഞല്ലോ. ഫോട്ടോ പുറത്തന്നെ ഉള്ളതുകൊണ്ട് പിന്നെ അധികം ആലോചിക്കേണ്ടത് വന്നില്ല. അതന്നെ ആവാനാ ചാൻസ് ഇല്ലേ? ഇനി ചിലപ്പോ എങ്ങനെ നമ്മളെ പറ്റിക്കാൻ മാറ്റി വെച്ചാലേ ഉള്ളൂ. കേസിൽ ഇത് വേറെ എന്തേലും ഒതുങ്ങിയതാണോ എന്ന് പറയാൻ പറ്റിയല്ല. അതെ, അത് തന്നെ സംഭവം. സത്യം, നമ്മള് ചമ്മിപ്പോയി. വേറെന്തോ സംഭവം. അത് തന്നെ സംഭവം. പാത്രത്തില് കവറില് വേറെ പാത്രം. നമ്മള് ചമ്മിപ്പോയേ. ഇങ്ങനെ അത്യാവശ്യം എന്തെങ്കിലും അടപ്പൊക്കെ ഇതാക്കി വെക്കാൻ വേണ്ടി ചീനിച്ചട്ടിയുടെ നല്ല പാത്രം അല്ലേ? എനിക്ക് അടുപ്പിൽ വെക്കുന്ന തന്നെയാ ചീനിച്ചട്ടി മോഡൽ. സ്റ്റീലിന്റെ. നല്ല രസമുണ്ട് അല്ലേ? നല്ല. യെസ്, സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതിപ്പോ ഓപ്പൺ ചെയ്യില്ലേനും. PR ഹൗസ്, ഉഷാ രാഘവൻ. ഇത് നമ്മളെ ഉഷേച്ചി. ശ്രുതി ചേച്ചിന്റെ അവിടുത്തെ പയ്യന്നൂരത്തെ. നമ്മളെ പയ്യന്നൂരത്തെ പഴയ വീടിന്റെ അവിടെ നിന്ന് തൊട്ടടുത്ത് ഓപ്പോസിറ്റ് ഉള്ള ഒരു വീട്.
ആ റോഡിനപ്പുറത്തുള്ള അതാണ്. ആ അതാണ്. അപ്പം ഉഷേച്ചി എന്നതൊന്നും നോക്കാം. പിന്നെ ഇത് ഞങ്ങൾ ശരിക്കും ഇന്ന് ഓപ്പൺ ചെയ്യില്ലായിരുന്നേ, നാളെ ഓപ്പൺ ചെയ്യുക, സമാധാനമായിട്ട് ടയർഡൊക്കെ മാറിയിട്ടെന്ന് വിചാരിക്കുമ്പോൾ ചാച്ചന് ഭയങ്കര നിർബന്ധം ഇപ്പം തന്നെ ചെയ്യണമെന്ന്. അപ്പം അവളെ നിർബന്ധത്തിന് ഇതായിട്ട് കാരണം മാമൻ വേഗം അവളെ ഹെൽപ്പ് ചെയ്യുന്നതല്ല ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ. നേരത്തെ കാണിച്ച് പോകത്ത് അതുപോലെ തന്നെ പാത്രമാണല്ലോ അല്ലേ? അതിന് കുറച്ചും വലിപ്പമുണ്ടല്ല? സെയിം അത് തന്നെയാണ്. ആ അതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പം. ആ സെയിം സാധനം ഇച്ചിരി കൂടെ വലിപ്പമുണ്ടല്ലേ? അപ്പൊ നമ്മളെടുത്ത് അതേപോലെ അതെ അതെ. ചേച്ചി താങ്ക് യു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, ഇതും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത് പേര് പറയാൻ ഇഷ്ടമില്ലാത്ത ഏതോ ഒരു നല്ല മനസ്സിനോടുമല്ല. അതെ, ഇതൊരു പാത്രം പോലെ ഉണ്ടല്ലോ. ഇതൊരു പാത്രം തന്നെ, നല്ലൊരു പാത്രം അല്ലേ? ഇതാ ഇങ്ങനെ ഒരു പാത്രം കേട്ടോ. നമുക്ക് അടപ്പുണ്ട് ഇതിന്റെ ഉള്ളിൽ, ഇതുകൊണ്ട് ഒരു പാത്രം, നല്ല പാത്രം കേട്ടോ, അടിപൊളി. അപ്പൊ അങ്ങനെ ഇതാ എല്ലാം പൊളിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ എൻ്റെ അവസ്ഥ. ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം, വീടെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം, അങ്ങനെ കുറെ പണിയുണ്ട്. അപ്പൊ നാരണ മാമ പരിപാടി അവസാനിച്ചില്ലേ? അപ്പം ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നതും പിന്നെ ഇന്ന് വീട്ടിൽ കൂടലിന് വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അല്ലേ. അപ്പോ ഓപ്പൺ ചെയ്തതിന് നാരണ മാമന് പ്രത്യേകം നന്ദി അറിയിച്ചോളുന്നു. നന്ദി മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു കേട്ടോ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോ ബൈ, സീ യു.